സൗദിയും പാകിസ്ഥാനും ഒരുമിച്ച് കൈകോർത്താൽ എന്തായിരിക്കും സംഭവിക്കുക? കേവലം ഒരു സാമ്പത്തിക സഹകരണത്തിനപ്പുറം ആഴത്തിലുള്ള ഒരു പ്രതിരോധ കൂട്ടുകെട്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും ചേർന്ന് ഒപ്പുവെച്ച പുതിയ കരാറാണ് ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇത് വെറും ഒരു കരാറല്ല, മറിച്ച് തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നിറഞ്ഞ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമാണ്. ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കൽ, സംയുക്ത സൈനികാഭ്യാസങ്ങൾ, സൈബർ സുരക്ഷാ സഹകരണം എന്നിവയാണ് ഈ കരാറിലെ പ്രധാന കാര്യങ്ങൾ. എന്നാൽ ഇതിന്റെ പിന്നാമ്പുറത്തൊളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ ഞെട്ടിക്കുന്നത്. ഒരു വശത്ത് പാകിസ്ഥാന്റെ ആണവശക്തിയും മറുവശത്ത് ഇറാനോടുള്ള സൗദിയുടെ വൈരാഗ്യവും ചേരുമ്പോൾ ഒരു പുതിയ വെല്ലുവിളിയാണ് ഉയർന്നു വരുന്നത്. ഈ കരാറിൽ ആണവ സഹകരണത്തെക്കുറിച്ച് ഔദ്യോഗികമായി പറയുന്നില്ല, പക്ഷേ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. പാകിസ്ഥാന്റെ ആണവ പദ്ധതിക്ക് സൗദി മുൻപ് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമാണ്. ഇറാനെതിരെയുള്ള മത്സരത്തിൽ ഒരു ആണവശക്തിയാകാൻ സൗദിയെ പാകിസ്ഥാൻ രഹസ്യമായി സഹായിച്ചേക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ കരാറല്ല, ഇതൊരു സുരക്ഷാ ഭീഷണിയാണ്. പാകിസ്ഥാനുമായുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കരാറിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ കരാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഒരു പുതിയ ആയുധ മത്സരത്തിന് തുടക്കമിടുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഗൾഫ് മേഖലയിലും ദക്ഷിണേന്ത്യയിലും ഈ കരാർ വലിയ മാറ്റങ്ങൾ വരുത്തും. പാകിസ്ഥാന് സൗദിയിൽ നിന്ന് കൂടുതൽ സാമ്പത്തികവും സൈനികവുമായ പിന്തുണ ലഭിക്കും. ഇത് പാകിസ്ഥാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മറുവശത്ത് ഇറാനെതിരെയുള്ള സൗദിയുടെ നിലപാടുകൾക്ക് ഇത് കൂടുതൽ കരുത്തു നൽകിയേക്കാം. ചൈനയുടെ ഇടപെടലുകൾ കൂടി ഇതിന്റെ ഭാഗമാകുമ്പോൾ ഈ പ്രതിരോധ കൂട്ടുകെട്ട് ഏഷ്യൻ ഭൗമരാഷ്ട്രത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് ലോകശക്തികൾക്ക് ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ സൗദി പാകിസ്ഥാൻ പ്രതിരോധ കരാർ കേവലം ഒരു ഉഭയകക്ഷി ധാരണയല്ല, ഇത് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെയും ആഗോള രാഷ്ട്രീയത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ്. ഈ കരാറിന്റെ മുഴുവൻ പ്രത്യാഘാതങ്ങളും ഭാവിയിൽ മാത്രമേ വ്യക്തമാകൂ. അതിനാൽ ലോകരാഷ്ട്രങ്ങളൊക്കെ ഈ സംഭവ വികാസങ്ങളെ അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്.